താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ മുടങ്ങിക്കിടന്ന പമ്പിംഗ് പുനരാരംഭിച്ചു. മോട്ടോറുകൾ ഇരിക്കുന്ന പ്രദേശത്തിനോട് ചേർന്നുള്ള കനാലിന്റെ ഒരു ഭാഗത്തെ അടിയിലെ കല്ലുകൾ കാലപ്പഴക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണിരുന്നു. വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മുടങ്ങിയ പമ്പിംഗ് പുനരാരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള മോട്ടോറുകൾ ഇരിക്കുന്ന പ്രദേശത്തിനോട് ചേർന്നുള്ള കനാലിന്റെ ഒരു ഭാഗത്തെ അടിയിലെ കല്ലുകൾ കാലപ്പഴക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ ഭാഗം നന്നാക്കണമെന്നും അടിഭാഗത്ത് മുഴുവനായി കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കുന്ന നടപടി പൂർത്തീകരിക്കണമെന്നും ഭിത്തിയോട് ചേർന്ന് അപകടം സൃഷ്ടിക്കാവുന്ന തരത്തിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് സ്ഥലത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നും പഞ്ചായത്ത് കമ്മിറ്റി നൽകിയ അടിയന്തര പ്രമേയത്തെ തുടർന്നും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് താത്കാലിക പൈപ്പുകൾ സ്ഥാപിച്ച് ഒരു മോട്ടോർ പമ്പ് ചെയ്യുവാനുള്ള തരത്തിൽ സംവിധാനം ഒരുക്കുകയും ചെയ്തു. കനാലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടർ അടിച്ചതിൻ്റെ ഫലമായി 2 മോട്ടർ അടിച്ചതിൻ്റെ ഭാഗമായി കനാൽ ഇടിഞ്ഞു പോവുകയും 56 വർഷം പഴക്കമുള്ള കനാലാണ്. അതുകൊണ്ടാണ് അത് ഇടിഞ്ഞു പോകാൻ കാരണം. അതിൻ്റെ മുകളിലുള്ള പണികൾ നടത്തിക്കൊണ്ടിരുന്നത് അത് അവിടെ നിലനിൽക്കുകയും അടിയിൽ തള്ളിപ്പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളെല്ലാവരും 9, 10, 11, 12 വാർഡുകളിലെ എല്ലാ മെമ്പർമാരും ഒരുമിച്ച് നിന്ന് പഞ്ചായത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ നേതൃത്വം നൽകിയാണ് ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വെള്ളമടിക്കാനുള്ള ഓസിട്ട് വെള്ളമടിക്കാനുള്ള സംവിധാനം ചെയ്തു. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഓസിട്ട് വെള്ളം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്. വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നമുക്ക് ഈ നാട്ടിൽ വലിയ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ കർഷകരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം സംയോജിതമായിട്ട് ഇടപെട്ട് ഇന്നിപ്പോൾ അതിനൊരു താൽക്കാലികമായിട്ടുള്ള പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു 3 പൈപ്പിൻ്റെ പൈപ്പ് വെച്ചുകൊണ്ട് അതിലൂടെ വെള്ളം കടത്തിവിട്ട് ആളുകൾക്ക് വെള്ളം ലഭിക്കുന്ന തരത്തിലുള്ളൊരു താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 3 വാർഡിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1972 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇപ്പോൾ 56 വർഷത്തോളം കാലപ്പഴക്കമുണ്ട്. ആ കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർമ്മാണത്തിൽ ഒരു ഇടിവ് സംഭവിച്ചതുള്ളൂ. ഒരു ഭാഗം ഈ കനാലിനോട് ചേർന്നുള്ളൊരു ഭാഗം ഇടിഞ്ഞു വീണത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ കാലപ്പഴക്കമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫണ്ട് അനുവദിച്ച് പഞ്ചായത്ത് തന്നെ 21 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നുണ്ട്, മുൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്ത് ഫണ്ട് അനുവദിച്ചാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ആ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത കണ്ടു. ചില ആളുകൾ ഇവിടെ വന്ന് ഇവിടെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നുള്ള രീതിയിലെല്ലാം വാർത്ത കൊടുക്കുന്നത് കണ്ടു. അത്തരക്കാരോട് പറയാനുള്ളത്, ഇവിടെ കൃത്യമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയെല്ലാം ഇതിൻ്റെ അപകടാവസ്ഥയെല്ലാം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിരവധി തവണ സർക്കാരിലേക്ക് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേരിട്ട് മന്ത്രിയെ ജലവിഭവ വകുപ്പ് മന്ത്രിയെല്ലാം നേരിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നം അവതരിപ്പിച്ചെങ്കിലും ഫണ്ട് അനുവദിക്കുന്ന തരത്തിലേക്ക് ഇതിന് വലിയൊരു ഫണ്ട് വേണം. നമുക്കറിയാം, ഏകദേശം ഒരു നല്ലൊരു പ്രൊജക്റ്റായിട്ട് തന്നെ ഇത് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടില്ല. ഇവിടെ ചില ആളുകൾ നവകേരള സദസ്സിലൊക്കെ നിവേദനം കൊടുത്ത് 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് ബോർഡുകളൊക്കെ വെച്ചിരുന്നു. പക്ഷേ ആ ബോർഡ് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 21 ലക്ഷം രൂപ അനുവദിച്ച് ഇതിൻ്റെ നിർമ്മാണം, ഇപ്പോൾ അതിൻ്റെ കോൺക്രീറ്റിംഗ് എല്ലാം, മുകളിലെ കോൺക്രീറ്റിങ്ങും ഇവിടെ ഇഷ്ടികയെല്ലാം അപകടാവസ്ഥയിലായിട്ട്, മുകളിൽ ഭാഗം ഇത്തിരി അപകടാവസ്ഥയിലായിട്ട് വെള്ളം ലീക്ക് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഒരു കോൺക്രീറ്റിംഗ് വർക്കും അതുപോലെ തന്നെ അതിന് മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് നിർമ്മാണമെല്ലാം നടത്തിയത്. അതിനിടയിലാണ് ഈ കാലപ്പഴക്കം മൂലം ഇത്തരത്തിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ആ സമയത്ത് തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് എറണാകുളത്ത് SC ഉൾപ്പെടെയുള്ള AEയും AXC ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വന്ന് താൽക്കാലിക പരിഹാരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. കാരണം ആളുകളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചും വലിയ ആശങ്കയിലായിരുന്നു. അങ്ങനെയാണ് താൽക്കാലികമായിട്ട് ഒരാഴ്ച കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ കോൺട്രാക്ടറെയൊക്കെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, ഇതിൻ്റെ വർക്ക് എടുത്ത ആളുകളെയൊക്കെ. അവരെല്ലാം നേതൃത്വത്തിൽ അശാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഇന്നിപ്പോൾ പമ്പിങ് പുനരാരംഭിക്കാൻ സാധിച്ചിരിക്കുന്നത്. കനാൽ ഇടിഞ്ഞ ഭാഗത്തെ നിർമ്മാണം പൂർണ്ണമാകുന്നത്
വരെ 24 മണിക്കൂറും ഒരു മോട്ടോർ പമ്പിംഗ് നടത്തുന്നതിനുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ്, അംഗങ്ങളായ ലിൻഡോ പി ആൻഡു, ജോളി ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡാർലി ജിമോൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KC മാർട്ടിൻ, മുൻ മെമ്പർ KD ഡേവിസ് എന്നിവർ ആവശ്യപ്പെട്ടു. സൗത്ത് വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിൻ്റെ അക്വഡേറ്റിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ അക്വഡേറ്റ് പുതുക്കി പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് അൻവർ സാദത്ത് MLA നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തിരുവനന്തപുരത്ത് പോയി ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം കൊടുക്കുകയുണ്ടായി. ആ നിവേദനം കൊടുത്തപ്പോൾ സർക്കാരിൽ നിന്ന് മനസ്സിലായത് താൽക്കാലികമായിട്ട് ഫണ്ട് അനുവദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ 2 മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ 21 ലക്ഷം രൂപ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അനുവദിച്ചു. മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞപ്പോഴാണ് നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും നവകേരള സദസ്സിൽ കർഷക സംഘം പരാതി കൊടുത്തപ്പോൾ സർക്കാരിൽ നിന്ന് ഈ കനാലിൻ്റെ പുനരുദ്ധാരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡുകൾ വയ്ക്കുകയുണ്ടായി. ആ ബോർഡുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് 2 ഫണ്ട് ഇതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ട് പഞ്ചായത്ത് ഫണ്ട് 1 വർഷത്തോളം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. വീണ്ടും ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പിൽ അനുവദിച്ചപ്പോഴാണ് നവകേരള സദസ്സിൽ ഒരു നിവേദനം കൊടുത്തിട്ടുള്ളൂ, ഫണ്ടൊന്നും അനുവദിച്ചിട്ടില്ല. ആ നിവേദനം കൊടുത്തതിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ നാട് നീളെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫണ്ട് അനുവദിക്കാത്ത സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും ഗ്രാമപഞ്ചായത്ത് ആ 21 ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇറിഗേഷൻ വകുപ്പ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ടെൻഡർ സ്വീകരിച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ വീണ്ടും അത് കൊട്ടേഷനാക്കി ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് അധികാരികളുടെ അടുത്ത് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചത്. ഈ പണിയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ ബണ്ട് ഇവിടെ ഇടിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്ത ഇപ്പോൾ ചെയ്ത വർക്ക് അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതൊരിക്കലും ഇടിഞ്ഞു വീഴാതെ നിന്നു. പിന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ പണി നടത്തേണ്ടത് ഗ്രാമപഞ്ചായത്തല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ മെയിൻ്റനൻസും അറ്റകുറ്റപ്പണികളും എല്ലാം നടത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ മരങ്ങളെല്ലാം ഉണ്ട് എന്ന് ഇടയ്ക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് മനസ്സിലായത് ഇറിഗേഷൻ തന്നെ അതെല്ലാം വെട്ടി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ അക്യുഡേറ്റിൻ്റെ മുകളിൽ കയറി ഇന്നത്തെ പ്രായാധിക്യം ചെന്ന തൊഴിലാളികൾക്ക് മരം വെട്ടാനും മറ്റും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരിക്കലും ഗ്രാമപഞ്ചായത്തല്ല ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണികളും ഇത് നടത്തുന്നത്. സർക്കാർ തന്നെ ഫണ്ട് അനുവദിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തേണ്ടത്. നടപടികൾ ഉടൻ സ്വീകരിക്കാമെന്ന് ഇറിഗേഷൻ AE അറിയിച്ചു.